സെപ്റ്റംബർ 13 റിലീസാവുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ സിനോജനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാജിക് മീഡിയ. ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ, അടിപൊളിയായിട്ട് പോകുന്നു. ഓണം വരാണ്. അതെ അതെ, ഓണത്തിന്റെ എന്തെങ്കിലും ചെറിയൊരു ഓർമ്മ പറയാം. ഓണത്തിന്റെ ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇപ്പോഴും നൊസ്റ്റാൾജി ആണല്ലോ. ഓണപ്പൂട്ട് തുടങ്ങിയിട്ട് ആഘോഷമില്ലേ, സ്കൂൾ ലൈഫ് തുടങ്ങി നമുക്ക് ഓണം ക്രിസ്മസ് ഒക്കെ ജീവനല്ലേ. അപ്പൊ ഈ തവണത്തെ ഓണം കുറച്ചുകൂടി സ്പെഷ്യലാണ്, നമ്മുടെ സിനിമ റിലീസ് ആവുന്നത് പറഞ്ഞോണം. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായത്? ഈ പറഞ്ഞ ഷെബി ഷൗക്കത്തിന്റെ ബോബി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ബോബി. അങ്കമാലി ഡെസ്റ്റിനേഷൻ ചെയ്ത സിനിമയായിരുന്നു ബോബി. ബോബി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാക്കിപ്പട എന്ന് പറഞ്ഞ പടത്തിലും പുള്ളി നമ്മളെ വിളിച്ചിരുന്നു. ഈ പടത്തിലും നമുക്ക് ചെറിയ പടങ്ങളാണെങ്കിലും പുള്ളി നമുക്ക് ഒരു വേഷം തരാറുണ്ട്. അപ്പൊ ഇതിലെ ഒരു ക്യാരക്ടർ പ്രേമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ആ ടീമിന്റെ ഒരു ഗ്യാങ് ആണ് ഞങ്ങള്. ആ ഗ്യാങ്ങിലാണ് ഈ പറഞ്ഞ ഇടിപൊളി ഗ്യാങ്ങുകളല്ല, ഒരു ടീ ഷോപ്പ് അങ്ങനെയാണ്. അങ്ങനത്തെ അതല്ല, അത് പാവടികളാണ്. ഈ പറഞ്ഞ ടീ ഷോപ്പും അതിനകത്ത് നടക്കുന്ന കുറെ രസകരമായ സംഭവങ്ങളൊക്കെ ആയിട്ട് രസമാണ്. അങ്ങനെ അടിമിടിയൊക്കെ ഉള്ളൊരു ഇല്ല, കുറെ പ്രാരാബ്ദങ്ങളും അതിനങ്ങനെ റിക്കവർ ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു പണ്ടത്തെ കോമഡി പടങ്ങളിലൊക്കെ പോലെ തമാശയാണ്. അതെ 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 അതെ, തമാശയാണ്. എന്നാലും ഒരു ഫാമിലിയൊക്കെ ഉള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്, എന്നാലും കോമഡിക്ക് ഒരു പഞ്ഞില്ല. സുകുമാരക്കുറുപ്പായിട്ട് വരുന്നത് നമ്മുടെ അബു സലീമൊക്കെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആളുടെ കൂടെ? അതൊക്കെ എൻ്റെ ഫസ്റ്റ് പടമാണ് പുള്ളിയായിട്ടുള്ള. നമ്മളൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചത് റഫായിരിക്കുന്നുള്ള, പക്ഷെ ഭയങ്കര പാവം മനുഷ്യന്മാരാണ്. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. തിരുവനന്തപുരത്ത്. അതുകൂടാണ്ട് പ്രത്യേകത നമ്മുടെ ഷാജി കൈലാസ് സാറിൻ്റെ മോൻ റൂഷിൻ അനുചേച്ചി, അവരുടെ മൂന്നാമത്തെ മകനാണ് മെയിൻ. അവരുടെ വേറൊരു പടം ഉണ്ട്, താക്കൂർ എന്ന പടത്തിൽ ചെറിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് വന്നത് ഫസ്റ്റ് പടം ഇതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവനും ഇതുപോലെ തന്നെ ഭയങ്കര പാവം മനുഷ്യന്മാർ, നമ്മളൊക്കെ വിചാരിക്കണേ പറഞ്ഞാണേ അല്ല, മനസ്സുകൊണ്ടൊക്കെ വിചാരിക്കുമ്പോ അങ്ങനെ താര ഫാമിലി എന്നൊക്കെ വരുമ്പോ ഒരു ജാടയൊക്കെ ഉണ്ടാവില്ല. വളരെ പാവം ഗടികള്. നമ്മളൊക്കെ അങ്ങനെ പുതിയ പിള്ളേരെയൊക്കെ അങ്ങനെ കണ്ടു പഠിക്കണം. വീട്ടിൽ പറയാറുണ്ട് നമ്മൾ. ഒരുപാട് വർഷമായി നമ്മുടെ സിനിമാ മേഖലയിൽ വന്നിട്ട്. ഒരുപാട് വർഷം എന്ന് വെച്ചാൽ ഒരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 8 വർഷം. അതെ 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 അതെ. കുഴപ്പമില്ല, സ്മൂത്ത് ആയിട്ട് പോകണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഓരോ കാലഘട്ടത്തിലെ ഓരോ പരിപാടികളാണല്ലോ. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സിനിമയിലാണ്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അപ്പൊ ഇതുവരെ ചെയ്ത സിനിമകളിലെ ഏറ്റവും ഫേവറേറ്റ് ഒരു സിനിമ ഏതാണ്? എനിക്ക് എല്ലായിടത്തും നമ്മൾ അങ്കമാലി ഡയറീസിൽ കുഞ്ഞുട്ടിയായിട്ടാണ് എല്ലാവരും പറയണത്. ആ മൂടാണ് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന്. കുറെ പടങ്ങൾ കഴിഞ്ഞാലും എവിടെ ചെന്നാലും മലപ്പുറത്തൊക്കെ ചെന്നാലും അതേ കുഞ്ഞുട്ടി എന്നുള്ള രീതിയിലാണ് അവർ അറിയണത്. വേറെ പടങ്ങൾ ഫസ്റ്റ് പടം തന്നെ അങ്ങനെ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു ഇപ്പത്തെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ആ അങ്കമാലി ഡയറീസ് അഭിനയിച്ചു, ഇപ്പൊ നിക്കണം നമ്മളിപ്പോ 8 വർഷത്തിന് ശേഷം സുകുമാരക്കുറുപ്പ് റിലീസാണ്. അന്നത്തെ ആ പുതിയ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതിപ്പോഴും സ്റ്റില്ലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നത് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ അടുത്ത ഇന്റർവ്യൂ വന്നതും ചെറിയ ടെൻഷൻ ഉണ്ടാവും. അത് വേണം, അങ്ങനെ കുറച്ച് പേടിക്കില്ലെങ്കിൽ എങ്ങനെ നടക്കാം. അതെ 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 അതെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷൻ എപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞോണം ഓരോന്നും കഴിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തല്ലേ പറഞ്ഞത്.